17ാമത് തേക്കടി പുഷ്പമേളയ്ക്ക് മാർച്ച് 28-ന് തിരുത്തലിയും. മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. ഏപ്രിൽ 20 വരെയാണ് കുമളി കല്ലറയ്ക്കൽ ഗ്രൗണ്ടിൽ മേള നടക്കുക. കുമളി പഞ്ചായത്ത് തേക്കടി അഗതി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി മണ്ണാർത്തൽ ഗാർഡൻസും ചേർന്ന് പ്രദേശത്തെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ സഹകരണത്തോടെയാണ് 17ാമത് തേക്കടി പുഷ്പമേള സംഘടിപ്പിക്കുന്നത്. മാർച്ച് 28 മുതൽ ഏപ്രിൽ 20 വരെയാണ് മേള നടക്കുക. 28 രാവിലെ 10 മണിക്ക് പുഷ്പമേള നഗറിലേക്കുള്ള പ്രവേശന കവാടം ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 6 മണിക്ക് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. പീരുമേട് എം.എൽ.എ. വാഴൂർ സോമൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, വിവിധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുക്കും. അവധിക്കാലം കുടുംബസമേതം ഉല്ലസിക്കാനും അതോടൊപ്പം ആസ്വദിക്കാനും തുടങ്ങുന്ന പരിപാടികളാണ് 24 ദിവസം നീണ്ടുനിൽക്കുന്ന പുഷ്പമേളയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് 25,000 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ പുഷ്പങ്ങളുടെ ഒരു വർണ്ണപ്രപഞ്ചം അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രത്യേകത. അതുകൂടാതെ കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള കൊമേഴ്സ്യൽ സ്റ്റാളുകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും വിനോദ സഞ്ചാരികൾക്കും കൗതുകമേകുന്ന വിധത്തിലുള്ള അമ്യൂസ്മെൻറ്റ് റൈഡുകളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അതുപോലെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലും കൾച്ചറൽ പ്രോഗ്രാമുകൾ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. കൊച്ചുകുട്ടികൾക്കും യുവജനങ്ങൾക്കും വീട്ടമ്മമാർക്കുമായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. പുഷ്പമേളയിലേക്കുള്ള പ്രവേശന പാസിന്റെ നിരക്ക് മുതിർന്നവർക്ക് 70 രൂപയാണ്. 7 വയസ്സ് വരെയുള്ളവർക്ക് പ്രവേശനം സൗജന്യമായിരിക്കും. 24 ദിവസം മാത്രമാണ് ഇത്തവണ തേക്കടി പുഷ്പമേള. മേളയുടെ അവസാനവട്ട ഒരുക്കങ്ങളാണ് കല്ലറയ്ക്കൽ ഗ്രൗണ്ടിൽ ഇപ്പോൾ നടക്കുന്നത്. തേക്കടിയുടെ പൂക്കാലം ആരംഭിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. പുഷ്പമേള ഗ്രൗണ്ടിൽ നിന്ന് ജെറിൻ പടിഞ്ഞാറക്കര, ഇടുക്കി വിഷൻ ന്യൂസ്.